ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ ടൈലറിങ്ങിൻ്റെ 2 ദിവസം മുമ്പേ കൊടുത്തായിരുന്നല്ലോ ആ ചുരിദാർ, പഴയ സാരീൻ്റെ. അപ്പോൾ അത് ഇന്നാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ. വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് കംപ്ലീറ്റ് ആക്കി. പിന്നെ അത് കംപ്ലീറ്റ് ആക്കി നിങ്ങളാരും ചിരിക്കണ്ട, അതെങ്ങനെയാണ് ചെയ്തിന് എന്നുള്ള. ഞാൻ അധികം ഈ ലൈനിങ് ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങാറില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അത്യാവശ്യത്തിന് വാങ്ങണമെങ്കിൽ വാങ്ങും. ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് മോശമായതുകൊണ്ട് എനിക്ക് ഒരു ഡ്രസ്സ് തുന്നണമെന്ന് തോന്നി, അതുകൊണ്ട് വാങ്ങാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് പഴയ സാരീൻ്റെ ഒരു ചുരിദാർ തുന്നണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അത് ഇന്ന് കംപ്ലീറ്റ് ആയി. ഇതാണ് ഞാൻ വർക്ക് ചെയ്തത്. പിന്നെ ഇതിന് കൈക്ക് ഇതുപോലെ കൊടുത്ത് ഇതിന് ചുരുക്ക് വെക്കാമെന്ന് വിചാരിച്ചതാ. പിന്നെ കൂടുതലായാലും കുറേ ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവുമായിരുന്നു, പക്ഷേ കൂടുതലായോ ആക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ നാട കൊടുത്ത് ഇങ്ങനെ ബാക്കിൽ കുറച്ച് കഴുത്ത് ലൂസായിട്ട് കൊടുത്ത്, അപ്പം ഇങ്ങനെ ഒരു നാടയും ബാക്ക് ഭാഗം ഇങ്ങനെ ഇതൊരു പൂ പോലെയാക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതുപോലെ ഇപ്പോഴത്തെ ഒരു ചെണ്ട് മോഡൽ കൊടുത്ത് കൂടുതലൊന്നും ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഇതിന് തന്നെ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഡിസൈനൊന്നും കൊടുത്ത. ഇത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ലൈനിങ് പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഇത് നമ്മളെ ഇതിൻ്റെ ഈ സാരീൻ്റെ തന്നെ ഒരു പഴയ പാവാട ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ആയിട്ട് കൊടുത്ത്. പിന്നെ ഇതിൻ്റെ മേലെ ഇതിൻ്റെ ഒരു കറുപ്പ് ലൈനിങ് ആയിട്ട് കൊടുത്ത്. ആ ലൈനിങ് ആയിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ, എനിക്കൊരു ചുരിദാർ ഉണ്ടേനു, ഞാൻ മാക്സിൻ്റെ ജോലി എടുക്കാറുണ്ടേനു. അപ്പോൾ ആ മാക്സി തുണിയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഒരു മാക്സി തുണി നല്ല ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാനൊരു പിന്നെ ടോപ്പ് തുന്നിയായിരുന്നു. ആ ടോപ്പായിരുന്നു ഇത്. അപ്പോൾ ഈ ടോപ്പ് ഇവിടെ വന്നു കഴിഞ്ഞേരം എലി കടിച്ചു പോയിതാ, എലി കടിച്ചതാണ് ഇത്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഇത് എലി വല്ലാണ്ട് കടിച്ചു കളഞ്ഞ്, ബാക്കിലും മുമ്പിലും ഒരുപോലെ കടിച്ചു കളഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇതിൻ്റെ പകുതി ഭാഗം എടുത്ത് ആ ടോപ്പിന് വെച്ചിട്ടാണ് ഞാൻ ഈ ചുരിദാർ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ എനിക്ക് ഇതിൽ ഒരു പൈസ പോലും ചിലവില്ല. ആകെ ചിലവാണ് നൂലിൻ്റെ ഒരു പൈസ മാത്രം. ഇങ്ങനത്തെ റീല് നൂല് ഇതിൻ്റെ ഒരു കുറച്ചും. ഇതിപ്പം ചെറിയ റീല് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ 1.5 റീലോളം വേണം. പണ്ടത്തെ മാതിരി ഒരുപാട് റീല് വരുന്നില്ലല്ലോ, ഇപ്പം എല്ലാം ഇതിൽ നൂല് കുറവാണല്ലോ. അതുകൊണ്ട് എനിക്ക് അതും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാൽ മുമ്പേ വാങ്ങിയതുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് ഒന്നും വാങ്ങാനുള്ള ഒരു സാഹചര്യമല്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വീഡിയോ ഇടുന്നത്. പല സാഹചര്യങ്ങളും പല വിഷമങ്ങളും ബുദ്ധിമുട്ടും കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതന്നെ ദൈവം ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ദൈവം തുല്യമായിട്ട് ഓരോ നല്ല ഭർത്താവിൻ്റെ സുഹൃത്തുക്കളായാലും എൻ്റെ സുഹൃത്തുക്കളായാലും ആയാലും നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ അതിന് മുമ്പേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മൾ എന്നെന്നും വിഷമം. പിന്നെ നമ്മൾ വിഷമം ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ദുഃഖിച്ചിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന. ഭർത്താവിന് ജോലി ഇല്ലായിട്ടുമല്ല, അത് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു. ജോലീൻ്റെ പൈസ ഇങ്ങനെ ബ്ലോക്കാക്കി വെച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് ചെറിയൊരു വിഷമങ്ങളുണ്ടായി. അത് കാരണമാണ്. അത് എന്താണ് ചെയ്യുക, ഭർത്താവ് നല്ലൊരു ഇതാണ്, അല്ല പിന്നെ ഒന്നിനും ഒരു ഇതില്ല. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ ഒരു ഭർത്താവിന് പെട്ടെന്ന് ഒരു ജോലി ഇല്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് തളർന്നിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ അവർക്കൊരു പിന്നെ ഒരു ഇത് കൊടുക്കണം, ശക്തി കൊടുക്കണം. അവർക്ക് ഇപ്പം ജോലിയുള്ള ആൾ ചിലപ്പോൾ പെട്ടെന്ന് ജോലി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ തള്ളാനൊന്നും പാടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും നോക്കി സാഹചര്യം നോക്കി അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് നമ്മളെ ഒരു ഇത്. ജോലി ഇല്ലയെന്ന് വിചാരിച്ച് അവരെ തള്ളിപ്പറയാനോ ഇതാക്കാനോ പറ്റില്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതില്ലാത്ത ആൾക്കാർക്ക് ഒരു ദിവസം നമ്മൾ ഭർത്താവ് ഇല്ലാത്ത ആക്കി അതിൻ്റെ മനസ്സിലാവും. അങ്ങനെ എനക്കും മനസ്സിലായ അതിൻ്റെ ഉള്ളൊരു വേദനകളുണ്ട്. അതുകൊണ്ട് എനിക്ക് സാഹചര്യങ്ങളും ഇതുമെല്ലാം എനിക്ക് മനസ്സിലാവുകൊണ്ട് എന്നും ഭർത്താവോട്
പറയും, ഭർത്താവ് എന്നോടും പറയും. നമുക്ക് പരസ്പരം നല്ല സന്തോഷത്തോടെ ഉള്ളതിനെ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്നാലല്ല ശരിയാവും എന്നുള്ള ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷയിലിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെ ദൈവത്തിനോടുള്ള പറയാന്നല്ലാണ്ട് ഇപ്പം നമ്മൾ ആരോടും അങ്ങനെ പറയാൻ നിൽക്കല്ല. എന്ന് വെച്ചാൽ മറ്റുള്ള ആൾ പറയുമ്പോൾ പരിഹാസം. ദൈവത്തോട് മാത്രം നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ദൈവം എന്തായാലും കേൾക്കും. അത് നമുക്ക് ഇന്നലെ നമ്മൾ ഒരുപാട് വിഷമത്തിലായിരുന്നു. വീഡിയോ എല്ലാം ഇട്ട് ശരി, ഇന്നലെ ഉച്ചക്കും നമ്മൾ രാവിലെ വിഷമത്തിലായിരുന്നു. പക്ഷെ ദൈവത്തിന് അങ്ങനെ മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിച്ചു, അത്രയും പ്രാർത്ഥിച്ചു. ആദ്യം സത്യം പറഞ്ഞ ദൈവം തന്നെ ദൈവം തുല്യനായിട്ട് നമുക്ക് ഭർത്താവിൻ്റെ ഫ്രണ്ട് നമുക്കൊരു ഹെൽപ്പ് ചെയ്ത്, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇന്നലെയും നല്ലൊരു ഇതിൽ അങ്ങ് ഇതായി. അവർക്കും ആ ഹെൽപ്പ് ചെയ്ത പിന്നെ കൂട്ടുകാരനും കൂട്ടുകാരൻ്റെ ഫാമിലിക്കും ദൈവം ഒരുപാട് നന്മ കൊടുക്കട്ടെ, ഒരുപാട് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ഞാനും എൻ്റെ ഭർത്താവും പ്രാർത്ഥിക്കുക. നമ്മുടെ ഓരോ ദിവസവും ഇന്നലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഊണ് കഴിക്കുമ്പോൾ തന്നെ അവരെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴാന്ന് വെച്ചാൽ സാഹചര്യങ്ങളാണ് പല പ്രാവശ്യം എന്നും നമ്മൾ മനുഷ്യന്മാർ ഒരേപോലെ ഇരിക്കില്ല. സാഹചര്യങ്ങൾ മാറി മാറി വരും, പല സാഹചര്യങ്ങളും പല രീതിയിൽ. പക്ഷേ ഒരുപാട് അതിജീവിച്ചത് ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. എന്ന് വെച്ചാൽ പലയാളും പലതും പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതെന്ന്. നമ്മളൊരിക്കലും ഒരാളെ നമ്മളൊന്നും അറിയാണ്ട് മറ്റുള്ള ആൾ പറയുന്ന ഇത് കേട്ടിട്ട് നമ്മൾ അവരെ തള്ളാനോ അവരെ പരിഹസിക്കാനോ ഇതാക്കാനോ പാടില്ല. അങ്ങനെ ഇതായി അവരെ സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് വിഷമം, അതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളെ പരിഹസിക്കപ്പെടാനോ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാനാന്ന് വെച്ചാൽ ഒരാളെ പരിഹസിക്കാനോ ഇതാക്കാനോ എനിക്ക് ഭയങ്കര വിഷമമാണ്. നമുക്കറിയാം നമ്മൾ അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ദൈവം അത്രയും എനിക്കൊരു ജീവിതം, ഒരു നല്ലൊരു ജീവിതം ദൈവം തന്ന്. എനിക്ക് ഇപ്പോഴത്തെ കുറവൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ എല്ലാം ശരിയാവുന്നുള്ള ഓരോ പ്രതീക്ഷയിലും നിൽക്കുന്ന പല രീതിയിലും എന്നെ സ്ത്രീകളായിട്ടും പല രീതിയിലും അപമാനിക്കുക ഇതും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ദൈവത്തോട് മാത്രം എൻ്റെ വിഷമങ്ങൾ പറയുന്നത്. എന്നാലും വീഡിയോ ഇടുന്നത് ഓരോരുത്തർ പറയുന്നുണ്ട്, അവർക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ, വീഡിയോ ഇടുന്നുണ്ടല്ലോ, അങ്ങനെ ഇടുന്നുണ്ടോ. വീഡിയോ ഇടുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് വിഷമമുണ്ട്, നമുക്ക് വളരെ ഓരോ കാര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് കരഞ്ഞ് ദുഃഖിച്ചിരിക്കാൻ പറ്റൂലല്ലോ. ദുഃഖിച്ചിരുന്നതിനെ കൊണ്ട് നമുക്കൊന്നും കിട്ടൂല. ഇല്ലേലും നമുക്ക് രോഗം പിടിക്കും. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും, സഹോദരനും സഹോദരിമാർക്കും എല്ലാവർക്കും നല്ല നന്മകൾ ആശംസകൾ. ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ വീഡിയോ കാണുന്നയാളെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായി മിസ്റ്റേക്കായി തോന്നുന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു വ്യക്തി എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു, ഭർത്താവിന് ഇത്രയും ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രായം, അതൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിഷ്ടമാണ്, നമ്മളെങ്ങനെ ജീവിച്ചാലും നമ്മളിഷ്ടമാണ്. അത് അസൂയ കൊണ്ട് പറഞ്ഞതാണെന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പരസ്പരം ഇഷ്ടമാണ്. നമ്മളെല്ലാം അറിഞ്ഞും കൊണ്ടും പറഞ്ഞും കൊണ്ടാണ് നമ്മൾ സ്വന്തമായത്. അതുകൊണ്ട് ആ കമൻറ്റ് വിടുന്നത് നിങ്ങൾക്ക് പറ്റുന്ന കമൻറ്റ് വിടുക, അതല്ലെങ്കിൽ വിടാണ്ട് നിൽക്കുക. അതിനെ വിട്ടതിനെ കൊണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് അതൊരു നമ്മളൊരു സീസാറായിട്ട് കരുതി നമുക്ക് പ്രശ്നമില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.